ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റിയാണല്ലോ ചർച്ചകൾ. ഈ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും അതിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ ഇന്ന് രാവിലെ ബോർഡ് വിശദമായിട്ട് ചർച്ച ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിന്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. നേരത്തെ ദേവസ്വം ബോർഡിൽ അത് കിട്ടിയെങ്കിലും കോടതി നിശ്ചയിച്ച സമയപരിധി വളരെ കഴിഞ്ഞതുകൊണ്ടും പേഴ്സണൽ ഹാജരാവണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം എടുത്ത് കോടതിയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ അഫിഡവിറ്റ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഇനി സമയമുണ്ട്. 27-ന് ആണ് കോടതി വിഷയം വീണ്ടും പരിഗണിക്കുന്നത്. ഈ അങ്ങനെ കോടതിയുടെ ശ്രദ്ധയിലെത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യങ്ങളൊക്കെ. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി പാലിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു അന്തിമമായ റിപ്പോർട്ടായി ഈ ബോർഡ് കരുതുന്നില്ല. അതിനകത്ത് ഒരുപാട് റെക്ടിഫിക്കേഷൻ ഇനി നടത്താനുണ്ട്. സാധാരണ ഒരു ഓഡിറ്റ് പ്രക്രിയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ, ന്യൂനതകളൊക്കെ നമുക്ക് എഴുതി തരും. അതിന് ക്ലയന്റ് മറുപടി കൊടുക്കും. ചില മറുപടികൾ ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യാത്തത് മേജർ ഒബ്ജക്ഷൻസ് ആയിട്ട് അവിടെ കിടക്കും. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നില്ല. നടക്കാത്തത് ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. പല നടപടികളും എടുക്കേണ്ടത് ബോർഡിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട്, പല നടപടികളുണ്ട്. വാട്ട് ഈസ് ദിസ് റെക്ടിഫിക്കേഷൻ? ഉദാഹരണത്തിന് പല കാര്യങ്ങളും ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം, ബില്ലുകൾ വെരിഫൈ ചെയ്യണം, അതുപോലെ ചില എമൗണ്ട്സ് റെക്കൺസിലിയേഷൻ നടത്താനുണ്ട്, വെരിഫിക്കേഷൻ നടത്താനുണ്ട്. ഞങ്ങളുടെ ബോർഡിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും ഇനി ഞങ്ങൾ വിശദമായിട്ടുള്ള മറുപടി കൊടുക്കുമ്പോൾ പലതും മാറിപ്പോകും. അതാണ് ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം. പിന്നെ അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ന് രൂപീകരിക്കാൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം കമ്മീഷണറും അക്കൌണ്ട്സ് ഓഫീസറും പിന്നെ ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ആ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനക്ഷമമായി ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററുമായിട്ട് ചർച്ച ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പല പരാമർശങ്ങളും വസ്തുതാപരമായ വെളിച്ചത്തിൽ അത് മാറിപ്പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ട് പിന്നെ ഓഡിറ്ററുമായിട്ട് ആശയവിനിമയം നടത്തും. ദേവസ്വം ബോർഡിനുള്ളിൽ ചെയ്യേണ്ട നടപടികൾ പൂർത്തിയാക്കുക സമയബന്ധിതമായിട്ട്. അതുപോലെ തന്നെ IIICയുമായിട്ട് നടത്തേണ്ട ചർച്ചകളും സംശയ നിവാരണങ്ങളും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റിയും ഒക്കെ തന്നെ ഈ ടാസ്ക് ഫോഴ്സ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും. ചെലവ് അതിനകത്ത് ഞങ്ങളുടെ പിന്നെ കമ്മീഷണറും അക്കൌണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും. ഈ ചെലവ് ഈ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ചെലവ് അധികരിച്ചെന്ന് തോന്നുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളിലോ ഒക്കെ തന്നെ വിശദമായിട്ടുള്ള പഠനം നടത്തി ബില്ലില്ലാത്തതാണോ, നമ്മൾ കാണാത്തതാണോ, സമയത്ത് കിട്ടാത്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഉണ്ടാകും. റീസണബിൾ അല്ലാത്ത ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് റീസണബിൾ ആക്കണം. മറ്റൊന്ന്, എല്ലാ ക്ലെയിംസും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 4000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് എന്താ അതിനൊരു അടിസ്ഥാനം? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും എന്തോ തെറ്റായ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ, അവരവിടെ വന്നിട്ടില്ല.
അവരോട് വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പിശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. അയാൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് വസ്തുതാപരമായ പിശകുകൾ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കും. എന്തായാലും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ ബോർഡ്, ശ്രീ പ്രശാന്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലുള്ള ബോർഡ്, ഇത് എനിക്ക് തോന്നുന്നത് ഈ IIICയുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷവും ആ എമൗണ്ട് 4.99 കോടി രൂപയായി ഇതിന്റെ ചെലവുകൾ നിജപ്പെടുത്തണം എന്ന് അന്നത്തെ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ബോർഡിൽ അന്ന് ഒരു മീറ്റിംഗിൽ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് 4.99 കോടിയിൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് ഞങ്ങൾ അവിടെ വെച്ച് അതിൽ നിലനിർത്തും, അതിൽ നിജപ്പെടുത്തും. ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകിയ 3 കോടി രൂപ തിരിച്ചു വന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച പലയിടത്തുനിന്നും സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനി കിട്ടാനുള്ളത് അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപയാണ്. അത് കിട്ടും. അതിന്റെ GST അടച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. അത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ 4 കോടിയോളം രൂപ, അല്ലെങ്കിൽ 3 കോടി 85 ലക്ഷം രൂപയാണ് അദാനിയുടേത് ഉൾപ്പെടെ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ കിട്ടുക. ചില സ്പോൺസേഴ്സൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു. അവരെ വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴും ഇനി ഒരു 99 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടി രൂപ ഇപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ട് ഇത് വന്നതിന് ശേഷം. ഇനി ഒരു കാരണവശാലും ബോർഡിന്റെ ഫണ്ട്, ഇതൊക്കെ ആണെങ്കിലും ബോർഡിന്റെ ഫണ്ട് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല എന്ന് കോടതിയിൽ കൊടുത്ത വാക്ക് പാലിക്കും. ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. 3.85 ക്രോസ്. അല്ല, അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വരും, അവർ വരും, അത് വരും, ഉറപ്പായിട്ടുണ്ട്. 385 കോടി രൂപ നമുക്ക് അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടി. നമ്മളിപ്പോൾ കൊടുത്തു തീർക്കേണ്ട 499. കേരള ബാങ്കിന്റെ 85 ലക്ഷം രൂപ അത് GST കൊടുത്തോണ്ട് 1 കോടിയിൽ അവർ GST കൊടുത്തിട്ട് 85 കിട്ടിയുള്ളൂ. അപ്പോൾ 1.85 അദാനിയുടെ 1. അപ്പോൾ അങ്ങനെ 2.85 അല്ല 3.85 നമുക്ക് സ്പോൺസർഷിപ്പ് വഴി വരുന്നത്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 499 നമ്മൾ നിജപ്പെടുത്തുമ്പോൾ കൊടുത്തു തീർക്കാൻ ഇനിയും 1 കോടി 15 ലക്ഷം രൂപ, 1 കോടി 15 ലക്ഷം രൂപ ഇനിയും ഉണ്ട്. അപ്പോൾ ബോർഡിന്റെ പൈസ ഏതായാലും എടുക്കുകയുമില്ല. ഫൈനൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കോടതി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പുതിയ റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടും ഈ ടാസ്ക് ഫോഴ്സിന്റെ സഹായത്തോടുകൂടി 26-ാം തീയതി കോടതിയിൽ സമർപ്പിക്കും. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും. പല സ്പോൺസേഴ്സും ഒക്കെ നേരത്തെയൊക്കെ വാഗ്ദാനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പൈസ അതിലും എടുക്കില്ല. വാഗ്ദാനമുണ്ടല്ലോ. അല്ല, 27-ാം നമ്മൾ റിവൈസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അഫിഡവിറ്റും 27-ന് കോടതിയിലാണ്. 26-ന് സബ്മിറ്റ് ചെയ്യണം. 27-നാണ് മൊത്തം ചെലവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ചെലവ്. ആക്ച്വലി അവർക്ക് അതിൽ കൂടുതൽ ചെലവായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. 7 കോടി 11 ലക്ഷം രൂപ ചോദിക്കുന്നു. ആ 7 കോടി 11 ലക്ഷം രൂപ ചോദിക്കുന്നവരോട് 4 കോടി 99 ലക്ഷം രൂപയെ തരികയുള്ളൂ എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അവരത് യെസ് പറഞ്ഞു? അവർ യെസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണ് അവരുടെ റിപ്ലൈ? സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം വരുമല്ലോ. അവരിനിയും അവർക്ക് കൊടുക്കാനുള്ള ആളുകളോടൊക്കെ അവർ നെഗോഷിയേറ്റ് ചെയ്യുകയോ ഓടിത്തരേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ക്രെഡിറ്റേഴ്സുമായിട്ട് അവർ പിന്നെ ആശയവിനിമയം നടത്തും എന്നാണ് ഞാൻ വിഷയം കോടതിയിലേക്ക് പോകും എന്നല്ലേ? സ്വാഭാവികമായിട്ട് അവർ അത്ര കോടി രൂപ വേണ്ടെന്ന് അത്തരത്തിലുള്ള സമ്മതിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഞങ്ങൾ ഇത്രയും തരുള്ളൂ എന്നുള്ള അവർക്ക് അറിയാം. അവർക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ.
അല്ല, അവർ 8 കോടിയായിരുന്നു MOU അനുസരിച്ചിട്ടുള്ള ഞങ്ങൾ എഗ്രി ചെയ്ത്. പക്ഷേ അത് 7.04 ആണ് അവരുടെ ഫൈനൽ ബില്ല്. അത് കൂടുതലാണെന്ന് പറഞ്ഞുകൂടാ. അല്ല, പെരുപ്പിച്ച കണക്കെന്ന് നമുക്ക് പറയാൻ അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഓഡിറ്റ് അടിസ്ഥാനത്തിലല്ല, അവരുടെ ബില്ലനുസരിച്ച് അത് കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടിയല്ലോ. 3 കോടി കൊടുത്തു, തിരിച്ച് നമ്മൾ റിക്കൂപ്പ് ചെയ്തല്ലോ. കൊടുത്തതാണ് തിരിച്ചു കിട്ടിയത്. നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എടുത്തത് ആണ്. അത് കൊടുത്തില്ല, 3 കൊടുത്തുള്ളൂ. അതൊക്കെ ഇനി അതിന് ഓഡിറ്റിന് വിധേയമാവേണ്ട കാര്യങ്ങളാണെന്ന് ഇപ്പൊ പരാമർശിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ റെക്ടിഫിക്കേഷൻ, വെരിഫിക്കേഷൻ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചില്ലേ. അതൊക്കെ യെസ്, ഓഡിറ്റർക്ക് വേണ്ടത്ര കൊടുക്കില്ല. അത് പിന്നെ പരിശോധിക്കാം. ആദ്യം ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യട്ടെ. കാരണം അവരുമായിട്ടാണല്ലോ ഞങ്ങളുടെ MOU. അപ്പൊ അതില് എത്ര അവർക്ക് കമ്പനിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്നത് 7 സംതിങ്ങാണ് ഈ കരാർ ഉറപ്പിച്ചിട്ടുള്ളത്. അതും ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്ന ആക്ഷേപമാണ് കോടതിക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതെ, അത് ഞാനിപ്പോ അതൊന്നിപ്പോ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവരോട് ടെൻഡർ IIICയുടെ ടെൻഡർ വിളിച്ചിട്ടില്ല. അവര് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, കേസിന്റെ കീഴിലൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവരെ വിളിച്ചേൽപ്പിച്ചു. അത് ടെൻഡർ ഇല്ല. പക്ഷേ അവര് കൊടുത്തിരിക്കുന്ന മറ്റ് കരാറുകൾ, സപ്ലയേഴ്സ് ഒക്കെ തന്നെ അവർ ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഞാൻ വെരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞത്. ടെൻഡർ വിളിച്ചിട്ട് ലോവസ്റ്റിനാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഓഡിറ്റിന് വിധേയമാവണം. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കണ്ടമാനം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ശരിയല്ല. അത് ഓരോ രേഖയും വെച്ചിട്ട് ഓഡിറ്റ് വീണ്ടും പരിശോധിക്കണം. 4.99. അപ്പൊ ബാക്കി അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ ബോർഡാണ്. ഇത് ഈ 4.99 നടത്തണം എന്ന് തീരുമാനിച്ചത്. ഞങ്ങളത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യത്തെ MOU. അതിനു മുമ്പാണ് MOU. അതിനുശേഷം 4.99 എന്നൊരു തീരുമാനത്തിൽ അന്നത്തെ ബോർഡ് എത്തി. അതിന് മുകളിൽ ചെലവായിട്ടില്ല എന്നാണ് ബോർഡ് ഇപ്പോൾ കരുതുന്നത്. ഞങ്ങൾ ചെലവായിട്ടില്ല. കഴിഞ്ഞ ബോർഡ് തന്നെ കൂടി തീരുമാനിച്ചു. അവർ തന്ന ബില്ല് 7 അല്ലേ? നമ്മൾ കൊടുക്കുന്നില്ല. അതെല്ലാം വെരിഫൈ ചെയ്യട്ടെ. 8 കോടി 8.22 ലക്ഷം. ആ 8.22 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4.99 തരുവുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. കഴിഞ്ഞ ബോർഡാണ് തീരുമാനിച്ചത്. അഡീഷണൽ ആയി കൂടി നൽകാമെന്നും പറയുന്ന MOU ഉള്ളപ്പോൾ നമ്മൾ ഈ 4.99 തരുവുള്ളൂ. വാക്കാലായിരിക്കും സാർ പറഞ്ഞ ഈ 4.99 പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കല്ല, അന്നത്തെ ബോർഡ് അവരോട് പറഞ്ഞതാണ്. അത് റിട്ടേൺ ആയിട്ടുണ്ടോ? അതെനിക്കറിഞ്ഞൂടാ. കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. കോടതിയിലും പറഞ്ഞു. അപ്പൊ അവർക്ക് 4.75 കിട്ടുള്ളൂ. 4.75 അവർക്ക് കിട്ടുള്ളൂ. അവർ സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അവർക്ക് ഈ പറയുന്നത് ചെലവായതാണെങ്കിൽ അവർ സ്വാഭാവികമായി സമ്മതിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്റർടൈൻ ചെയ്യേണ്ട ഒരു സമയമല്ല. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ സൂചനയുമില്ല. അല്ലല്ല, അങ്ങനെ ഒരു ദുസൂചനയും ഇല്ല അതിനകത്ത്. 8 കോടി MOU അനുസരിച്ച് 8 കോടി ചെലവഴിക്കാമായിരുന്നത് അവരുടെ ബില്ല് 7 കോടിയേ ഉള്ളൂ. അവർ റീസണബിൾ ആയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി അതെല്ലാം ഫൈനലായിട്ട് ഓഡിറ്റ് ചെയ്യട്ടെ. ചെയ്ത ജോലിക്ക് പണം കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് കോടതിയിൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അവരുടെ MOU ഇരിക്കുമല്ലോ സാർ. മറ്റേ 4.99 വാക്കാൽ പറഞ്ഞാണെന്നാണ് സാർ പറയുന്നത്. കമ്മീഷൻ പറഞ്ഞു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ തീരുമാനം. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തൊരു കാര്യമല്ല ഇത്.
അതിനപ്പുറത്തേക്ക് പോകാനും വയ്യ. അല്ല, അപ്പുറത്തേക്ക് പോകാനും വയ്യ. കോടതിയിൽ നമ്മളത് സബ്മിറ്റ് ചെയ്ത് പോയി. ഊരാളുകളാണ് അപ്പുറത്ത്. ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബോർഡ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം മാറ്റി മറ്റെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ ഒരു സൂചനയില്ല. അല്ല, അതെന്തായാലും ഓഡിറ്റ് ചെയ്യണം. ഒരു കമ്മിറ്റി ഞങ്ങൾ അത് ഓഡിറ്റ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ളതെല്ലാം ഓഡിറ്റ് ചെയ്യും. പക്ഷെ എന്തെല്ലാം ഓഡിറ്റ് ചെയ്താലും ഞങ്ങളുടെ ലയബിലിറ്റി വിൽ ബി ലിമിറ്റഡ് ടു 4.99 crores. അവിടെയാണ് മിസ്റ്റർ സാറേ, അതായത് ഓഡിറ്റ് ചെയ്തിട്ട് ആക്ച്വൽ എമൗണ്ട് നമ്മൾ കൊടുക്കാമെന്നല്ല സാർ പറയുന്നത്. ഇത് ഓഡിറ്റ് ചെയ്തിട്ട് 4.99 CR കൊടുക്കത്തുള്ളൂ. അതിന് അതിന്റെ മുകളിലായാലും അത് കൊടുക്കും, താഴെയാണെങ്കിലും അത് കൊടുക്കും എന്നാണ് സാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി വെച്ചതിൽ തന്നെ എന്ത് കാര്യം എന്നുള്ളത് അല്ല, കാരണം അത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ചില പരാമർശങ്ങൾ അത് മാറണ്ടേ. കമ്മിറ്റി വെച്ചത് അതിനാണ് പ്രധാനമായിട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ള ചില നെഗറ്റീവ് പരാമർശങ്ങളുണ്ട്. അത് ഞങ്ങൾ അർഹിക്കുന്നില്ല, കാരണം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലേബർ ഡിപ്പാർട്ട്മെന്റ് കേസിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് സ്ഥാപനം. ഊരാളുങ്കൽ വേണ്ടവർക്ക് MOU മാത്രമേ ഉള്ളൂ. ഇതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു കരാർ കൊടുക്കുന്നത് നമ്മൾ ബോർഡ് അന്വേഷിക്കേണ്ടത്. ഈ ബോർഡല്ല ഉത്തരം പറയേണ്ടതെങ്കിൽ ഞാൻ പറയുന്നത്, ഞങ്ങളിത് ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അവര് ഒരുപാട് ഇവന്റ് മാനേജ്മെന്റ് ഗവൺമെന്റിന് വേണ്ടി, ഗവൺമെന്റിന്റെ ആനിവേഴ്സറിക്കും കിഫ്ബിയുടെ പല പരിപാടികൾക്കും വളരെ നന്നായി ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ഒരു പരിചയമുള്ളതുകൊണ്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടുമാണ് അന്നത്തെ ബോർഡ് ഇവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. IIC കൊടുക്കാൻ തീരുമാനിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അല്ല, അവർക്ക് കിഫ്ബിയുടെ പല പരിപാടികളും കേരള ഗവൺമെന്റിന്റെ വാർഷികങ്ങളും അല്ല, ഏതായാലും കഴിഞ്ഞ ബോർഡിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അവരെ ഏൽപ്പിച്ച ജോലിയൊക്കെ അവർ ചെയ്തു. അവരെ എടുത്തതിന് ശേഷം അവർ ഈ ഉപകരാറുകൾ ക്രാഫ്റ്റ് വില്ലേജിൽ ഉൾപ്പെടെ അത് ഊരാളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ. ഉപകരാറുകൾ കൊടുക്കാൻ പാടില്ലെന്ന് അതിനകത്ത് പറയുന്നില്ലല്ലോ MOUല്. അവർ തന്നെ റൺ ചെയ്യുന്ന പല സ്ഥാപനങ്ങൾക്കാണ് ഉപകരാറുകൾ കൊടുത്തിട്ടുള്ളത്. അതുവഴിയാണ് അതിനെന്താ കുഴപ്പം? നമ്മൾ ഇതിനകത്ത് ആ ബില്ലുകളൊന്നും റീസണബിൾ അല്ലാതെ, അതായത് നമുക്ക് ഏറ്റവും നല്ല റേറ്റ് അല്ല കിട്ടിയിരിക്കുന്നതെന്ന് ബോധ്യപ്പെടാത്തിടത്തോളം കാലം അതൊന്നും തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റീസണബിലിറ്റി അതാണ്. ക്രാഫ്റ്റ് വില്ലേജ് ഈ IIC കൊടുത്തിരിക്കുന്ന ബില്ലിനേക്കാൾ കൂടുതൽ IIC ബോർഡിനോട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് വെരിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ നടത്തും. അതൊക്കെയാണ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. അതിനെപ്പറ്റി എനിക്കിപ്പോ ഒന്നും അഭിപ്രായം പറഞ്ഞുകൂടാ. വെരിഫിക്കേഷൻ ഒക്കെ കഴിയട്ടെ. 4 തൊട്ട് 99 ചെലവാകാൻ പോകുന്നു. അവരുടെ ബില്ല് 7 കോടിയാണെന്നുള്ളത് പബ്ലിക് ഡോക്യുമെന്റ് ആണല്ലോ. അത് ഞങ്ങൾ കൊടുക്കുന്നില്ലെന്നുള്ളത് അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതെന്തുകൊണ്ടാണ്, ആർക്കാണ് വീഴ്ച പറ്റിയത്? അത് ബോർഡ് പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രയോറിറ്റി അതല്ല. ഇപ്പോഴത്തെ ഈ സമയപരിധിക്കുള്ളിൽ ഈ ഓഡിറ്റ് റെക്ടിഫൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അതിനുശേഷം പരിശോധിക്കുക. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓഡിറ്റർ കൊണ്ടുവന്നു, ഇവിടെ തന്നു, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സൈൻ മാത്രം ഇട്ടു, സ്പെഷ്യൽ കമ്മീഷണർ കൈമാറി. സ്പെഷ്യൽ കമ്മീഷണർ നേരെ അതുകൊണ്ടാണ് ഭജന, ഇപ്പം വിവാദമായ 8 ലക്ഷത്തിന്റെ ഭജനയ്ക്ക് പോലും ഈ പരിപാടി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഓഡിറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ജാഗ്രത കുറവ് സംഭവിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒക്കെ വിവാദമായത്. നേരിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. പലതും സാറ് നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഈ ആഹാരം വെച്ചിരുന്നത് പോലും സാറിന് അറിയാം. അപ്പൊ സാറിന് നേരിട്ട് പോകുന്നു. ഞാൻ പക്ഷേ കഴിച്ചില്ല, ഞാൻ പോകുന്നു. ഞാൻ എന്റെ പ്രസവം കഴിച്ചു. അതൊക്കെയാണ് വിലയിരുത്താനാണ് ഇപ്പൊ കമ്മിറ്റി. അത് കഴിഞ്ഞിട്ട് നല്ല കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എടുത്തിടും. നല്ലതല്ലേ? അവിടെ ഭാവിയിൽ എത്ര പേര് ഉപയോഗിക്കേണ്ടതാണത്. പല ട്യൂബനി എന്താണ് കുക്ക് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയാറില്ലേ? ഒരാളെ ഏൽപ്പിച്ച് അവരങ്ങ് ചെയ്യട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അവിടെ ലേഖനം നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഇതെല്ലാം സമയബന്ധിതമായിരുന്നു ആലോചിച്ചോണം. അതൊക്കെ സെപ്റ്റംബർ 20 ചെയ്യണം. അത് ഓഗസ്റ്റ് 20 എഗ്രിമെന്റ് ഒക്കെ ഒപ്പിടുന്നത്. അതിന്റെയൊക്കെ നമുക്ക് പിന്നോക്കം നോക്കുമ്പോൾ പലതും പറയാം. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ അങ്ങ് ചെയ്തു.
പരിശോധന ഉണ്ടാവും. അതുണ്ടാവണം, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. സാർ, ഈ 4.9 മുതൽ ഇവരുടെ റെസ്പോൺസ് എന്താണ്? ഈ ട്രിപ്പിൾ ഐസിയുടെ റെസ്പോൺസ് എന്താണ്? സാറിന് പ്രാഥമിക ചർച്ച നടത്തിയില്ല. ഒരു രാവിലെ ചർച്ച ചെയ്തു. അവരെങ്ങനെയാണ് നമ്മുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ പ്രാഥമികമായി? അല്ലെ അവരൊരു വേറെ വീണ്ടും നെഗോസിയേഷൻ പോവാണ്? നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വീകരിക്കുകയാണ് അവർ. ബോർഡ് ഞങ്ങൾ റെസ്പോൺസ് ചെയ്തു സാർ. അവർ കൈയടിച്ച് പാസ്സാക്കിയില്ല. അല്ല, ആ ഫിഗറിലേക്ക് ബോർഡ് മുൻപത്തെ നേരത്തെ ബോർഡ് figure എങ്ങനെയാണ്? അത് കുറച്ച് ഈ MOU ബോർഡ് ബോർഡാണെങ്കിലും ബോർഡ് MOU ഒപ്പിടും. അതിൽ ബോർഡ് ഏകപക്ഷീയമായി തീരുമാനം അതൊരു ക്രെഡിബിലിറ്റി പ്രശ്നമില്ലേ? ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് രണ്ടുപേരും ഞങ്ങൾ പ്രതികളല്ല അതിനകത്ത്. പക്ഷെ അത് മാറാനും ഞങ്ങൾക്ക് വയ്യ. കഴിഞ്ഞ ബോർഡാണ് MOU ഒപ്പിട്ടത്. കഴിഞ്ഞ ബോർഡാണ് ഈ 4.99 കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നത്. അതെങ്ങനെ ഒരേ ബോർഡ് തന്നെ രണ്ട് തീരുമാനം? നമ്മൾ എന്ത് പറയാനാണ് സുഹൃത്ത് അതിനെപ്പറ്റി? സാർ, ആ ഓരോ ഹെഡിലും ആ എമൗണ്ടുകൾ നിശ്ചയിച്ചത് എങ്ങനെയാണെന്നുള്ള അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഇത് കുറയ്ക്കാനുള്ള ഒരു കാരണം അല്ല, ചെലവ് ചുരുക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ ബോർഡിന് തന്നെ ഇതിന്റെ ചെലവ് ചുരുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടപ്പോൾ ആ എസ്റ്റിമേറ്റിൽ ചില അവർക്ക് റീസണബിൾ എന്ന് തോന്നിയ ചില കട്ട് വരുത്തി. അത് ഒരാളെങ്കിലും ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്. അവിടെ പ്രകടമായ MOU എന്ന് പറയുന്നത് സാർ പറയുന്നത് 7.something. 8.22 crores അത് പിന്നെയും കുറച്ച് സാർ പറഞ്ഞു. ആദ്യത്തെ. പിന്നെ കുറച്ച് 7.20 വരെയാണല്ലോ. അങ്ങനെ ഒരു MOU നിൽക്കുകയും ബോർഡ് തീരുമാനിക്കുന്നു 4.something ആണ്. അത് എന്തിനാ സാർ? എന്ത് ലോജിക്കാണ്? ചെയ്ത പണിക്ക് കൂലിയില്ല എന്ന് പറയുന്നതാണ്. സാറേ, ഇപ്പൊ 4.9 കോടി നിർത്താൻ പറ്റുമെന്ന് തീരുമാനിക്കുന്ന ബോർഡ് തന്നെ എങ്ങനെ 8.22 കോടിക്കുള്ള MOU സൈൻ ചെയ്തു സാർ. അത് അന്ന് ഡബിളാണ്, ഇരട്ടിക്കാണ്. 4.8. അന്ന് 8.22 വളരെ റീസണബിൾ ആയിട്ട് ബോർഡിന് തോന്നി. പുനർവിചിന്തനത്തിൽ 4.99 റീസണബിൾ ആണ് ബോർഡിന് പിന്നെ ബോധ്യപ്പെട്ടു. പക്ഷെ അത് റെക്കോർഡൊക്കെ ഉണ്ട്. റെക്കോർഡുണ്ട്. ആ 4.99 ആക്കുന്ന തീരുമാനത്തിൽ അതിനൊരു റീസൺ കൂടി അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കുറക്കാൻ എന്ത് കാരണം? ചെലവ് ചുരുക്കണമെന്നൊരു ഒരു ബോധ്യം വന്നതുകൊണ്ടാണ്. ആദ്യം MOU ഒപ്പിടുമ്പോൾ ചെലവ് കൂട്ടണമെന്ന് സാർ, ഇതിലൊരു ഞാൻ പറഞ്ഞില്ല, ആദ്യം അങ്ങനെ തോന്നി, പിന്നീട് അത് കുറയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. വലിയ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്. അപ്പൊ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ ഇത്? ബോർഡ് അങ്ങനെ ആലോചിക്കുന്നത്. എന്ത് അന്വേഷിക്കുമ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ ഞാൻ വളരെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 8.22 MOU, 7.04 ബില്ല്, ഞങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്ന ബില്ല്, ഞങ്ങൾ എഗ്രി ചെയ്തിരിക്കുക, അവർ എഗ്രി ചെയ്താൽ 4.95 crores. അതിനകത്ത് ഇനിയിപ്പോൾ 99 crores. അതിനകത്ത് എന്താ ഇപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ കാര്യം എന്താണ്? എല്ലാം വ്യക്തമല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. അവരെടുത്ത തീരുമാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അല്ല, ഒരു ബോർഡ് എടുത്ത തീരുമാനത്തിന് നമ്മൾ മാനിക്കുന്നു. ഒരു മെമ്പറും കൂടി ദേവനില്ല. അദ്ദേഹമാണെങ്കിൽ കുറച്ചുകൂടി ആൻസർ പറയാൻ പറ്റുമായിരുന്നു. അദ്ദേഹം ആ ബോർഡിനുണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടാൻ പിന്നെ അപ്പോ നമുക്ക് പിരിയാം. നമുക്ക് ഇത്തിരി വേറെ പരിപാടികളൊക്കെ ഉണ്ട്. Sir, for the English channels, can you please brief me? ഇത് ഇവിടെ ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ വയ്ക്കേണ്ട സമയമാണ്. ഈ അയ്യപ്പ സംഘം ഇവര് പോയിട്ട് പോരെ? ഇന്നിപ്പോ രാവിലെ ബോർഡ് അത് പരിഗണിക്കുന്നുണ്ട്. ബോർഡ് ആ വിഷയം ഇന്നിപ്പോ ആദ്യ ഐറ്റമായിട്ട് പരിഗണിക്കാൻ പോവുകയാണ്. തന്ത്രിയുടെ കത്തുണ്ടല്ലേ? അത് ഏറെക്കാലം ഇനി വെക്കാൻ പറ്റില്ല. അത് ഇപ്പൊ അത് ബോർഡിൽ എടുത്തിട്ടില്ല, കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ സംസാരിച്ചില്ല, മെമ്പറുമായിട്ട് സംസാരിച്ചിട്ടില്ല. അത് അല്ലല്ല, അത് തന്ത്രി ഒരു കത്ത് തന്നിട്ടുണ്ട്. ബോർഡ് ഇനി കൂടുന്നു. ബോർഡ് കൂടാൻ പോകുന്നേ ഉള്ളൂ. തന്ത്രി ഒരു കത്ത് തന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാറുണ്ടാണ്. അത് നിങ്ങളെ വിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പൊ ഇതൊക്കെയാണ്. ഈ ശബരിമല യുവതി പ്രവേശ വിധിയിൽ ഒരു സമയമായില്ല, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, സമയമായില്ല.